സകല ജനത്തിനു വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്തയാണ് കാലിത്തൊഴുത്തിലെ പുണ്യഭിഷിക. യുഗാന്തരങ്ങൾക്കും അപ്പുറത്ത് പ്രവാചകനിലൂടെ ദൈവം അരുൾ ചെയ്ത തിരുവചനത്തിന്റെ പൂർത്തീകരണമാണ് സ്വർഗത്തിനും ഭൂമിക്കും മധ്യസ്ഥനായി കന്യകാമറിയത്തിനും നീതിമാനായ മറിയൂസഫിനും മകനായി ദാവീദിന്റെ പട്ടണമായ ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറന്ന ലോകരക്ഷകനായ ക്രിസ്തു. ദാവീദിന്റെ പട്ടണമായ ബേത്ലഹേമിൽ തങ്ങളുടെ രക്ഷകൻ പിറന്ന സദ്വാർത്ത കേട്ട ഇടയഗണം തങ്ങളുടെ ആട്ടിൻ പറ്റത്തോടൊപ്പം എളിമയുടെയും ദാരിദ്ര്യത്തിന്റെയും പ്രതീകമായ പുൽത്തൊട്ടിലിൽ പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ തങ്ങളുടെ രക്ഷയുടെ തിരുക്കുമാരനെ അത്ഭുതത്തോടും അതിലേറെ ആനന്ദത്തോടും കുമ്പിട്ടാരാധിച്ചു. കിഴക്കിന്റെ ജ്ഞാനികളായ 3 രാജാക്കൾ ക്രിസ്തുവിന്റെ ജനനത്തിന്റെ അടയാളമായ ദിവ്യ താരകം ദർശിച്ച് കാലിക്കൂട് തേടിയെത്തി. പൊന്നും നീറയും കുന്തിരിക്കവും കാഴ്ചയായി നൽകി വണങ്ങി നിന്നു. ദൈവപുത്രനായി ഭൂമിയിൽ അവതരിച്ച ക്രിസ്തുവിന്റെ ജനനം സകല ജനത്തിനും വേണ്ടിയുള്ള രക്ഷാകരമായ സന്തോഷത്തിന്റെ സദ്വാർത്തയാണ്. 2000 വർഷങ്ങൾക്കും അപ്പുറത്ത് ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പൂജാതനായ പുണ്യശിശുവിന്റെ തിരുപ്പിറവിയുടെ സന്തോഷമാണ് സ്വർഗീയ സൈന്യം ആമോദത്താൽ പാടിയ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന സ്വർഗീയ സംഗീതം. കാലം അതെത്ര വേഗതയിൽ വികാസം പ്രാപിച്ചാലും ഇരുളിൽ പ്രകാശമായി ദൈവിക ചൈതന്യം ഭൂമിയിലെ സകല സൃഷ്ടജാലങ്ങൾക്കും ഇന്നും ജീവൻ തുടിക്കുന്ന ആത്മീയ ചൈതന്യമാണ്. ആദിയിലുണ്ടായിരുന്ന വചനം, ദൈവത്തോടു കൂടിയായിരുന്ന വചനം, സകല ജനപദങ്ങളുടെയും വീണ്ടെടുപ്പിനായി പാപപരിഹാര ബലിയായി ആകാശത്തിനും ഭൂമിക്കും മധ്യേ കുരിശിൽ യാഗമായി തീർന്ന വചനം, ആദ്യം മുതൽ ഉണ്ടായിരുന്നതും നിങ്ങൾ കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ വചനം, ആദി മാതാപിതാക്കളുടെ പാപത്താൽ നഷ്ടപ്പെട്ട പർദീസ വീണ്ടെടുക്കാൻ സ്വർഗം ഭൂമിയിലിറങ്ങി സകല ജനത്തിനും സന്തോഷത്തിന്റെ സന്ദേശമായി രക്ഷാകര ദൗത്യം ഏറ്റെടുത്ത ക്രിസ്തുവിന്റെ ജനനം, വാനവരും മാനവരും ഒന്നായിത്തീർന്ന ദൈവിക പദ്ധതിയിൽ നമുക്കും ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാം. നമുക്കോരോരുത്തർക്കും ക്രിസ്തുവിൽ വീണ്ടും ജനിക്കാൻ 1000 സങ്കീർത്തനത്തിന്റെ ഉരുക്കഴിക്കാം. മാലാഖമാർക്കൊപ്പം നേരാം ക്രിസ്മസ് മംഗളാശംസകൾ.